ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 6 ഒന്നാമത്തെ വായനാഭാഗം 2 ദിനവൃത്താന്തം 35-ാം അധ്യായം. ഇവിടെ നമ്മൾ കാണുന്നത് യോശിയ രാജാവ് വളരെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന് പെസഹ ആചരിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. ഹിസ്കിയ രാജാവ് 2-ാം മാസം 14-ാം തീയതി പെസഹ ആചരിച്ചതിനെ സംബന്ധിച്ചാണ് വായിക്കുന്നത്. പക്ഷെ അത് നിയമപ്രകാരം അല്ല, കൃത്യമായ നിയമപ്രകാരമല്ല പെസഹ ആചരിച്ചതെങ്കിൽ ഇവിടെ 1-ാം മാസം 14-ാം തീയതി തന്നെ യോശിയ രാജാവ് പെസഹ അറുത്തു എന്നാണ്. പുരോഹിതന്മാരെ അവരവരുടെ വേലയ്ക്ക് നിർത്തി, ആളുകളെയൊക്കെ ധൈര്യപ്പെടുത്തി, ശുശ്രൂഷയ്ക്കായിട്ടുമൊക്കെ അതുപോലെ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു. എങ്ങനെയാണ് ന്യായപ്രമാണ പുസ്തകം ഇപ്പോൾ കയ്യിലുണ്ട്, അപ്പോൾ അതിൽ എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടതെന്നുള്ള വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഹിസ്കിയാവിന് അങ്ങനൊരു പുസ്തകത്തിൻ്റെ അറിവുണ്ടായിരുന്നോ എന്നറിയില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തതായത്. ചിലപ്പോൾ 1-ാം മാസം കഴിഞ്ഞും കാണും, പിന്നെ 1 വർഷം കാത്തിരിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. എന്നാലും യോശിയ രാജാവിന് കൃത്യമായ നിയമപ്രകാരം തന്നെ 1-ാം മാസം 14-ാം തീയതി അത് അറുക്കാൻ തക്കവണ്ണം ആ രചന തന്നെ, ന്യായപ്രമാണത്തിൻ്റെ രചന തന്നെ കിട്ടുകയും അത് വായിച്ച് മനസ്സിലാക്കി അതങ്ങനെ ചെയ്യുകയും ചെയ്തു. ചെയ്യേണ്ട കാര്യങ്ങൾ, വിശദീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു. മോശയുടെ കൽപ്പന പ്രകാരം പല കാര്യങ്ങളും ചെയ്തു. പുരോഹിതന്മാരായ ഹിൽക്കിയാവ്, സഖരിയാവ്, യെഹിയേൽ അവർക്കൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളെ കൊടുത്തു. അതിൽ പറയുന്നത് 30,000 കുഞ്ഞാടും 3,000 കാളയും കൊടുത്തു. അത് കഴിഞ്ഞ് പുരോഹിതന്മാർക്ക് 2,600 കുഞ്ഞാടിനെയും 300 കാളയും കൊടുത്തു. ഇതെല്ലാം രാജാവാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പുരോഹിതന്മാർ തങ്ങളുടെ കൂറുകൾ, അതായത് ലേവ്യർ തങ്ങളുടെ കൂറായിട്ടൊക്കെ നിൽക്കുന്നു. ഇതൊക്കെ പണ്ട് സംഭവിച്ചതാണ്. അതിനുശേഷം ഇത് പറയുന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നത് ശമൂവേലിൻ്റെ കാലം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഇതുവരെയും ഇതുപോലത്തെ പെസഹ ആചരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ പെസഹ നമ്മൾ ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ പെസഹ ഒന്നും ഇതിൻ്റെ അടുത്തെങ്ങും വരില്ല. അപ്പം പെസഹ ആചരിച്ചാൽ മാത്രമല്ല, അതിൻ്റെ എല്ലാ നിയമങ്ങളും ശുദ്ധീകരിച്ചിട്ട് വരണമെന്നുള്ള ഹിസ്കിയാവ് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിൽ നിന്ന് വന്നവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചല്ല വന്നത്. പക്ഷെ ഇവിടെ അത്തരം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതുപോലൊരു പെസഹ ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്, ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. എന്നിട്ട് യോശിയാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദായും ഇസ്രായേലും യെരുശലേം നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രായേൽ രാജാക്കന്മാരാരും ആചരിച്ചിട്ടില്ല. യോശിയാവിൻ്റെ ആഴ്ചയുടെ 18-ാം ആണ്ടിൽ ഈ പെസഹ ആചരിച്ചു. അപ്പോൾ 18 വർഷം എടുത്തു അങ്ങനൊരു പെസഹ ആചരിക്കാൻ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കാരണം അത്രയും കാര്യത്തിലേക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വന്നപ്പോഴാണ് അത് ചെയ്തത്. മാത്രമല്ല, ഈ ന്യായപ്രമാണ പുസ്തകം കിട്ടിയതിന് ശേഷവുമാണ് അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി നമ്മൾ കാണുന്നത് അവിടെ യോശിയാവിന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അബദ്ധം എന്ന് പറയാനൊക്കെ ഉള്ളത്, മനഃപൂർവ്വം ചെയ്യുന്നത് തെറ്റല്ല. അബദ്ധം സംഭവിക്കുന്നത് ഈ മിസ്രൈം രാജാവായ, അതായത് ഈജിപ്തിലെ രാജാവായ നെഖോ കർക്കമിഷ് ആക്രമിക്കാൻ പോകുമ്പോൾ യോശിയാവ് ഈ മിസ്രൈം രാജാവിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. പക്ഷെ ആ പുറപ്പെടൽ അറിഞ്ഞിട്ട് നെഖോ യോശിയ രാജാവിന് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, യഹൂദ രാജാവ്, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? ഞാൻ ഇന്ന് നിന്റെ നേരെ യുദ്ധത്തിന് വരുന്നത്, എൻ്റെ നേരെ നീ യുദ്ധത്തിന് വരാൻ. എനിക്ക് യുദ്ധമുള്ള രാജ്യത്തിലേക്കാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്. ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. ഏത് ദൈവമാണെന്നറിയില്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. അത് യഹോവയാം ദൈവമായിരിക്കാം. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് പറയാണ് അത് യഹോവൻ ദൈവമായിരിക്കാം, അല്ലെങ്കിൽ നെഖോയുടെ അല്ലെങ്കിൽ മിസ്രൈമിൻ്റെ ദൈവമായിരിക്കാം. എൻ്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ട അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു. അവിടെയും നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ പക്ഷത്തുള്ള ദൈവം എന്ന് പറയുന്നത് ഏത് ദൈവമാണെന്ന് അവിടെയും നമുക്ക് വ്യക്തമല്ല. പക്ഷേ യോശിയാവ് വിട്ടുതിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ദൈവമായ യഹോവയുടെ വചനങ്ങൾ തന്നെയാണ് നെഖോ പറഞ്ഞതെന്ന്. അതേസമയം ഒരു പുരോഹിതൻ പറഞ്ഞിരുന്നെങ്കിൽ അത് യോശിയാവ് ചിലപ്പോൾ മനസ്സിലായേനെ, കേട്ടേനെ, അനുസരിച്ചേനെ. ഇവിടെ ഒരു ദേശക്കാരൻ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കാത്ത അന്യജാതിക്കാരൻ അത് പറഞ്ഞതുകൊണ്ടായിരിക്കാം
അത് ദൈവവചനമായിട്ട് അത് കേൾക്കാത്തത്. അങ്ങനെ ഒരാൾ ദൈവവചനം പറയില്ലല്ലോ. പക്ഷെ ഇവിടെ നെഖോ പറഞ്ഞത് ദൈവവചനങ്ങളാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കേൾക്കാത്ത അവൻ യുദ്ധം ചെയ്യുവാൻ ചെന്നു. യുദ്ധത്തിൽ രാജാവിന് മുറിവേറ്റ് കഠിനമായി മുറിവേറ്റു എന്ന് പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി ആ രഥത്തിൽ നിന്നിറക്കി വേറെ രഥത്തിൽ കയറ്റി കൊണ്ടുപോയി. പക്ഷേ നിർഭാഗ്യവശാൽ യോശിയ രാജാവ് മരിക്കുകയാണ്. അവൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. എല്ലാ യഹൂദായും യെരുശലേമും യോശിയാവെക്കുറിച്ച് വിലപിച്ചു. പിന്നോട്ടൊരു കാര്യം എഴുതിയിട്ടുള്ളത് യിരെമ്യാവും യോശിയാവെക്കുറിച്ച് വിലപിച്ചു എന്നാണ്. യിരെമ്യാവിൻ്റെ കാര്യമൊന്നും ഇവിടെങ്ങും വേറെ നമ്മൾ തൊട്ടടുത്തെങ്കിൽ ഈ യോശിയാവിൻ്റെ പുസ്തകത്തിൽ കണ്ടില്ല. പക്ഷെ ഇവിടെ യിരെമ്യാവും യോശിയാവെക്കുറിച്ച് വിലപിച്ചു എന്നാണ്. നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് യോശിയ രാജാവിൻ്റെ 13-ാം ആണ്ട് മുതൽ പിന്നെ യോശിയ രാജാവിൻ്റെ മകൻ, ആ മകൻ്റെ ശേഷമുള്ള സിദെക്കിയ വരെയുള്ള കാലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായ യിരെമ്യാവ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ യോശിയ രാജാവിൻ്റെ 13-ാമത്തെ ആണ്ട് മുതൽ യിരെമ്യാ പ്രവാചകൻ, ഇതിപ്പോൾ 18 വർഷം കഴിഞ്ഞതിന് ശേഷമല്ലേ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ ഈ ദേശത്ത് പ്രവചന ശുശ്രൂഷയിലുണ്ട്. അങ്ങനെ യിരെമ്യാ പ്രവാചകൻ യോശിയാവെക്കുറിച്ച് വിലപിച്ചു. സകല സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഇന്ന് അവരുടെ വിലാപങ്ങളിൽ യോശിയാവെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അപ്പോൾ അവർ യോശിയാവ് മരിച്ച് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിലാപങ്ങളിലൊക്കെ ഈ യോശിയാവെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട്, അത് അവർ പാടുന്നുമുണ്ട്. ഇസ്രായേലിൽ അതൊരു ചട്ടമാക്കുകയും ചെയ്തു. അവർ വിലാപങ്ങളിൽ അത് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് ചട്ടവുമാക്കി. യോശിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ദിനവൃത്താന്ത പുസ്തകത്തിലും അതുപോലെ ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട് എന്നാണ് അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. രണ്ടാമത്തെ വായനാഭാഗം ഹോശേയ പ്രവചനം 3-ാം അധ്യായം. ദൈവം ഹോശേയ പ്രവാചകനോട് സംസാരിക്കുന്നത് ഈ ഇസ്രായേൽ ജനം അന്യദേവന്മാരോട് ചേർന്ന് അവരുടെ മുന്തിരി അടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും ഞാൻ അവരെ സ്നേഹിക്കുന്നു. മുന്തിരി അടകൾ എന്ന് പറയുന്നത് ഈ വൈൻ വയ്ക്കുന്ന വലിയ കണ്ടെയ്നർ പാത്രങ്ങളെയാണ് ഈ മുന്തിരി അട എന്ന് പറയുന്നത്. അപ്പോൾ മുന്തിരി അട എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള വൈനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അത് അന്യദേവന്മാരോട് ചേർന്ന് അവരുടെ സ്ഥലങ്ങളിലുള്ള അവിടുന്ന് എനിക്ക് തോന്നുന്നു ഈ നിവേദ്യമായിട്ടൊക്കെ അവർ കൊടുക്കുന്നതായിരിക്കാം. അത് ഇഷ്ടപ്പെട്ടിട്ടും, അത് പറഞ്ഞാൽ അവർ അന്യദൈവങ്ങളെ സേവിക്കുന്നു എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ. അത് ചെയ്തിട്ടും ഞാൻ അവരെ സ്നേഹിക്കുന്നു. അതുപോലെ നീ ഒരു കാര്യം ചെയ്യണം, നീ ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിക്കുക എന്ന് പറയാണ്. അപ്പം ഇവർ ചെയ്യുന്നത് വ്യഭിചാരം തന്നെയാണ്. അതുപോലെ വ്യഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീയെ ഒരടയാളമായി നീയും ചെന്ന് സ്നേഹിക്കുക. അങ്ങനെ ഞാൻ ഹോശേയ എന്ന ഞാൻ അവളെ 15 വെള്ളിക്കാശിന് 1.5 ഹോമർ യവത്തിന് മേടിച്ച് അവളോട് നീ ബഹുകാലം അടങ്ങി പാർക്കണം, പരസംഗം ചെയ്യുകയോ മറ്റൊരു പുരുഷന് പരിഗ്രഹമായിരിക്കുകയോ അരുത്, ഞാനും അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ പറയുന്നു, ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും. അപ്പം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം, രാജ്യം രാജാവില്ലാതെയും ആവശ്യമുള്ള പ്രമാണികളില്ലാതെയും പുരോഹിതനില്ല, അതുപോലെ തന്നെ പ്രതിഷ്ഠയില്ല, പുരോഹിതനില്ല. പുരോഹിതനുണ്ടെങ്കിൽ യാഗവും പ്രതിഷ്ഠയും എല്ലാം ഉണ്ടാവും. പുരോഹിതൻ്റെതാണ് എഫോദ്, പുരോഹിതൻ ധരിക്കുന്നതാണ്, അതൊന്നുമില്ല. അപ്പോൾ പുരോഹിതനുമില്ല, രാജാവില്ലാതെയും നാളുകളോളം ഇരിക്കും. എന്നിട്ട് ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഇപ്പോൾ അവരങ്ങനെയാണെങ്കിലും ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടുകൊണ്ട് യഹോവയെങ്കിലേക്ക്, അവൻ്റെ നന്മയിലേക്കും മടങ്ങി വരും എന്ന് പറഞ്ഞാണ് ആ അധ്യായം. ഒരു 5 വാക്യങ്ങളെ ഉള്ള ഒരു ചെറിയ അധ്യായമാണ് ഈ ഹോശേയ 3-ാം അധ്യായം. അതിൽ ശക്തമായ കാര്യം ആശ്വാസത്തിൻ്റെ വചനം, അവരുടെ തെറ്റ് എല്ലാം ചുരുക്കം 1-2 വാക്യങ്ങൾ, ഒരു വാക്യം കൊണ്ടൊക്കെ തന്നെ അതിനെ വളരെ ആഴത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ചെറിയ അധ്യായത്തിൽ തന്നെ. 3-ാമത്തെ വായന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 18-19 അധ്യായങ്ങൾ. 18 അധ്യായം നമ്മൾ കാണുന്നത് അവർ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. അപ്പോൾ കൊരിന്തിലെ സഭ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. എങ്ങനെ അറിയാം?
കൊരിന്ത്യർക്ക് എഴുതിയ 1, 2 ലേഖനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. അപ്പോൾ കൊരിന്ത്യർ സഭ സ്ഥാപിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. അപ്പോൾ അവർ കൊരിന്തിലെത്തി. യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദ്യോസ് സീസറുടെ കൽപ്പന ഉണ്ടായിരുന്നുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് അവിടെ വന്ന, കൊരിന്തിൽ വന്ന, അഥേന അറിയാമല്ലോ, അഥേന ഇറ്റലി ഒക്കെ വരുന്ന ഭാഗമാണ്. അവിടുന്ന് ഇറ്റലിയിലെ ഗ്രീസ്. അപ്പോൾ അങ്ങനെ ഇറ്റലിയിൽ നിന്ന് റോമാ നഗരം വിട്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വന്നൊരു സഹോദരനാണ് അക്വിലാസ് അവിടെ വന്നു. അക്വിലാസും ഭാര്യ പ്രിസ്കില്ലയും. അക്വിലാസ് എന്നൊരു യഹൂദനും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അവർ ഈ പൗലോസ് അപ്പോസ്തലൻ്റെ തൊഴിൽ ഈ കൂടാരപ്പണിയായിരുന്നു. ഈ അക്വിലാസിൻ്റെയും തൊഴിലും കൂടാരപ്പണിയായിരുന്നു. അപ്പോൾ തന്നെ അവർ ഒരുമിച്ച് പാർത്ത് അവർ ആ വേല ഒരുമിച്ച് ചെയ്തും പോകുന്നു. നമ്മൾ അങ്ങോട്ട് വായിക്കുകയാണ്. അവരെന്നാൽ ശബത്ത് തോറും പള്ളിയിൽ ചെല്ലാൻ ഉള്ള കാര്യത്തിൽ ഒരു ഉപേക്ഷ വിചാരിക്കാതെ അവരോട് ഇടപെട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിക്കുകയും ചെയ്തു. അപ്പം ആൾ മോശമല്ലല്ലോ, നന്നായി സംസാരിക്കാൻ കഴിവുള്ള, വചനത്തെ അതിൻ്റേതായ രീതിയിൽ സംസാരിച്ച് അവരെ വശീകരിക്കാൻ അല്ലെങ്കിൽ അവരെ സമ്മതിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാകില്ല എന്നുള്ളത് പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ട് അവരതിനെ കോട്ടിക്കളയുന്ന പത്രോസ് പറഞ്ഞു. പക്ഷേ മനസ്സിലാകാത്തതുണ്ടെങ്കിലും കഴിയുന്നതും മനസ്സിലാക്കി അവരെ സമ്മതിപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ കാണുന്നത് ശീലാസും തിമോത്തിയോസും ഒരു വഴിക്ക് പോയിരുന്നല്ലോ. എന്നിട്ട് മക്കോദോന്യയിൽ വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ ക്രിസ്തു. അപ്പോൾ ഇവർ യേശുവിനെ കാത്തിരുന്നവരാണ്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ പറയുന്നത്. യേശുവിനെ കാത്തിരുന്ന, മശിഹായെ കാത്തിരുന്ന ഒരു ജനം, മശിഹ വന്നപ്പോൾ മശിഹായെ കൊന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പം നിങ്ങൾ കൊന്ന, അല്ലെങ്കിൽ കൊന്നവരിവിടെ യഹൂദന്മാരുണ്ടെങ്കിൽ നിങ്ങൾ കൊന്ന യേശു യഥാർത്ഥത്തിൽ നിങ്ങൾ കാത്തിരുന്ന മശിഹയാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ് എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് വസ്ത്രം കുടഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ നാശത്തിൽ നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനി ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവിടെ വിട്ട് തീത്തോസ്, യുസ്തോസ് എന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ ചെന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ നാശത്തിൽ നിങ്ങളാണ് ഉത്തരവാദി, യഹൂദന്മാരോട് പറഞ്ഞതാണ്. കാരണം അവരെ കൊന്നതുകൊണ്ട് തന്നെ കൊന്നതുകൊണ്ട് യഹൂദന്മാർ കൊന്നവരാരും ഈ കൂട്ടത്തിൽ കാണണമെന്നില്ല. പക്ഷെ യഹൂദന്മാർ കൊന്നതുകൊണ്ട് യഹൂദന്മാർക്ക് എല്ലാവർക്കും അതിനകത്ത് അനുകൂലമുള്ള ചിന്തയും കാണുമല്ലോ. അപ്പോൾ അവരൊരിക്കലും സമ്മതിക്കില്ല ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന്. ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് ശരിയാണ്, ഞങ്ങൾ നീതിയായ കാര്യമാണ് ചെയ്തതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇവരെ എതിർത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെയാണ് കാരണം, ഞാൻ നിർമ്മലൻ, ഇനി ജാതികളുടെ അടുക്കിലേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ വിട്ടു പോവുകയാണ്. പിന്നെയാണ് ക്രിസ്തോസിൻ്റെ വീട്ടിൽ പോയി അവിടെ പാർക്കുന്നത്. അപ്പോൾ കൊരിന്തിൽ അനേകം പേര് വിശ്വസിച്ചു സ്നാനമേറ്റു, ഒരുപാട് പേര് വിശ്വസിച്ചു. എന്നിട്ട് പൗലോസിനോട് രാത്രി ദൈവം ദർശനത്തിൽ വന്ന് പറഞ്ഞു, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ കൊരിന്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. അതുകൊണ്ട് പത്രോസ് അവിടെ 1.5 വർഷം അവിടെ താമസിച്ചു, ദൈവവചനം ഉപദേശിച്ചു. ആ കൊരിന്തിൽ 1.5 വർഷം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് യഹൂദന്മാർ പൗലോസിൻ്റെ നേരെ ഒരു മനപ്പെട്ട് എഴുന്നേറ്റു. അത് ന്യായാസനത്തിന് മുമ്പ് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഗല്ലിയോനാണ് അഖായിയിൽ ദേശാധിപതിയായി വാഴുന്ന സമയം. ഇവരെ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിക്കാൻ ഇവരെ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്നുള്ളതാണ് പൗലോസിൻ്റെയും ഒക്കെ എതിരെയുള്ള ഇവരുടെ യഹൂദന്മാരുടെ കുറ്റാരോപണം. ദേശാധിപതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ പൗലോസ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരെ വല്ല അന്യായമോ വല്ല പാതകമായിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. അതായത് വല്ല കൊല ചെയ്തതോ വല്ല മോഷ്ടിച്ചോ ആയതാണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളുടെ വചനത്തെയും നാമങ്ങളെയും കുറിച്ചുള്ള സംഗതികളെക്കുറിച്ച് ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കസംഗതികൾ അത് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളു, എനിക്കതിനെക്കുറിച്ച് ന്യായം പറയാനെന്ന് എനിക്ക് മനസ്സില്ല എന്ന് ഈ ഗല്ലിയോൻ അധിപതി പറയുകയാണ്. എന്നിട്ട് അവരെ ന്യായസ്ഥലത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്റ്ററോസിനെ പിടിച്ച് ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് അടിച്ചു. ഇതും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് തന്നെയാണ് അവർ പള്ളിപ്രമാണിയെ പിടിച്ച് അടിച്ചത്. അപ്പോഴും അത് ഗല്ലിയോൻ്റെ വിഷയമല്ല. ഗല്ലിയോൻ അതിനകത്ത് ഒരു കാര്യമില്ല. ഗല്ലിയോൻ എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ചത് അത് കളഞ്ഞു. കാരണം ഗല്ലിയോൻ്റെ വിഷയത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നൊരു കാര്യമല്ല. ഗല്ലിയോനെ നോക്കേണ്ട കാര്യമില്ല, വെറുതെ സമയം കളയാന്നുള്ളതാണ്
പറയുന്നത്. ഇതിനിടയ്ക്ക് പൗലോസിന് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കർമ്മക്കരയിൽ വെച്ച് തല ക്ഷൗര്യം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലോസിനോടും കൂടി കപ്പൽ കയറി സൂര്യയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. അവനെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറേ കൂടി താമസിക്കണമെന്ന് അപേക്ഷിച്ചിട്ട് അവിടെ താമസിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. എഫെസോസിലാണ് എത്തിയതിപ്പോൾ നമ്മൾ കണ്ടത്. സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. അവിടെ നിന്ന് എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസരിയയിൽ വന്നിറങ്ങി. അവിടെ നിന്ന് യെരുശലേമിൽ ചെന്നു സഭയെ വന്ദനം ചെയ്ത് അന്ത്യോക്യയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ തിരിച്ച് വീണ്ടും അന്ത്യോക്യയിൽ എത്തി. അന്ത്യോക്യയിൽ രണ്ടാമതും അന്ത്യോക്യയിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് അന്ത്യോക്യയിലേക്ക് പോയി അവിടെ കുറേ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യ ദേശത്തിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെ ഉറപ്പിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് അവിടെ എത്തി അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാൽ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗ്ഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അപ്പം കൂടുതലായി അവർ ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ അപ്പല്ലോസ് എന്നു പേരുള്ളൊരു യഹൂദൻ എഫെസോസിലെത്തിയപ്പോൾ അവിടെ പ്രിസ്കില്ലയും അക്വിലാസും കൂടി കൂടുതലായി അവനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവിടെയും അവരും അതുപോലെ യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി കണ്ണിച്ച് കളഞ്ഞു. പൗലോസല്ല, ഈ പറഞ്ഞ അക്വിലാസും പ്രിസ്കില്ലയും അതുപോലെ ഈ പറഞ്ഞ അപ്പല്ലോസാണ് കേട്ടോ. അപ്പല്ലോസും ഒക്കെയും ഈ ശിഷ്യൻ അത്ര കണ്ടവർ പ്രാഗൽഭ്യത്തോട് സംസാരിച്ചാൽ മാത്രമേ അത് ഖണ്ഡിക്കാനൊക്കെ ഉള്ളൂ. ഇടയ്ക്കൊന്ന് വീണുപോയി, സംശയം തോന്നി, അവിടെ ഒന്ന് ആലോചനക്കുഴപ്പം വന്നാൽ അവിടെ തോറ്റുപോവുകയുള്ളൂ. പിന്നെ നമ്മൾ കാണുന്ന 19-ാം അധ്യായത്തിൽ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. അപ്പോൾ പൗലോസ് വീണ്ടും എഫെസോസിൽ വന്നു. അവിടെ വെച്ചിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടില്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതാണെന്ന് ചോദിച്ചു. അത് യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കഴിപ്പിച്ചത്. തൻ്റെ പിന്നാലെ വരുന്നവനെ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. ഇത് കേട്ടാൽ അതുവരെ അവർ യേശുവിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. യോഹന്നാൻ്റെ സ്നാനം ഏൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ അവിടെ രണ്ടാമതൊരു സ്നാനമേറ്റു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ യേശുക്രിസ്തുവിനെ അറിയാതെയുള്ള സ്നാനമാണ് യോഹന്നാൻ നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ. അല്ലാതെ യേശുക്രിസ്തുവിൽ ഉള്ള ഒരു സ്നാനം, യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടെടുത്തൊരു സ്നാനം എടുത്തിട്ട് എന്നിട്ട് വേറൊരു സ്നാനം എടുക്കുന്നതല്ല. അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. യോഹന്നാൻ പറഞ്ഞ സ്നാനം അത് യേശുക്രിസ്തുവിനെ അറിയാത്ത സ്നാനമാണ്. യേശുക്രിസ്തുവിനെ അറിയുന്നൊരു സ്നാനം എന്ന് പറയുന്നത് അറിയുന്നത് പോലെ അറിഞ്ഞാൽ അതൊരു സ്നാനമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും ഒക്കെ കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ അവിടെ പ്രസംഗിച്ചു. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ ആളുകൾ ദുഷിച്ചു. അപ്പോൾ അവർ അവിടുന്ന് ശിഷ്യന്മാർ വേർതിരിച്ച് തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനംപ്രതി സംഭവിച്ചു വന്നു. അത് 2 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഈ പറഞ്ഞ ദൈവം കൂടിയിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൂടിയിരുന്ന് ഇവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിപ്പിക്കുന്നുണ്ട്. അത് സംഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ സംഭവിക്കുന്ന മുഖാന്തരമായിട്ട് അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും. അപ്പം പൗലോസ് പറയണ്ട, നിൻ്റെ സൗഖ്യമാകുക, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യമാകുന്നു, നിനക്ക് സൗഖ്യമായി എന്നൊന്നും പറയണ്ട, തൊടണ്ട. ദേഹത്തിട്ടിരിക്കുന്ന കർച്ചീഫും ഉത്തരിയും ഒക്കെ രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടാൽ പോലും അവർ സൗഖ്യമാകുകയും അവരുടെ രോഗങ്ങൾ മാറിപ്പോവുകയും ദുരാത്മാക്കൾ വിട്ടുപോവുകയും ചെയ്യുന്നത് കാണുകയാണ്. അപ്പം അങ്ങനെയാണിത് വളരുന്നത്. അപ്പോൾ ഇത് ദൈവം ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു തെളിവ് അവർക്ക് ലഭിക്കുന്നത് വഴിയാണ് അവർ കൂടുതൽ ആളുകൾ ഇത് വിശ്വസിച്ച് വരുന്നത്. അപ്പോൾ അവിടെ ഈ എഫെസോസിലാണെന്ന് തോന്നുന്നു, ആ കാലത്ത് ഈ മാർഗത്തെ എഫെസോസിൽ തന്നെ വലിയ കലഹമുണ്ടായി ഈ മാർഗത്തെ ചൊല്ലി. ഈ മാർഗം ഏതാണ്? യേശുക്രിസ്തുവിൻ്റെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന മാർഗത്തെക്കുറിച്ചാണ്. ഇപ്പോൾ വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര ഉപരോപങ്ങളെ ഉണ്ടാക്കുന്ന ദെമത്രിയോസ് എന്നൊരു തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു.
അവന് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പം അയാൾ ഈ സമ്പാദ്യമൊക്കെ, അവിടുത്തെ സമ്പാദ്യം വരുന്നതൊക്കെ ഈ ഒരു തൊഴിൽ കൊണ്ടാണ്. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ച് കളയുന്നു. അതായത് ബിംബങ്ങളും കൈകൊണ്ടുണ്ടാക്കിയത് ഒന്നും ദൈവമല്ല, ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അർത്തമീസ് മഹാദേവി ഭയങ്കര സംഭവമാണ്. ആ അർത്തമീസ് മഹാദേവിയുടെ രൂപങ്ങളാണ് അവിടെ തട്ടാൻ വരുത്തിക്കൊണ്ട് അവരത് നേർച്ചയായിട്ട് കൊണ്ട് ഭണ്ഡാരത്തിലൊക്കെ ഇടുന്നത്. അപ്പോൾ അവിടെ അവർക്ക് ഉപദേശം കിട്ടുന്നത്, അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആ കേട്ടവരും പറഞ്ഞവരെല്ലാവരും കൂടി ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യർ അർത്തമീസ് മഹാദേവി എന്ന ആർത്ത് പട്ടണം മുഴുവൻ കലഹം കൊണ്ടു. കേട്ടവർ അത് കേട്ടിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു. എന്തിനാ ചോദിച്ചാൽ പലർക്കും അറിഞ്ഞും കൂടെ എന്തിനാണ് ഈ സംഭവം. പക്ഷേ ഭക്ഷണം കലങ്ങി പൗലോസ് അവരുടെ ഇടയിലേക്ക് ചെല്ലാൻ പോയപ്പോഴത്തെ ശിഷ്യന്മാർ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. അവരെ പോയില്ല, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ ജനസംഘം കലക്കത്തിലായി. മിക്കവരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയാകും. എന്തിനാണ് വന്നുകൂടിയെന്ന് അറിയത്തില്ല. ബഹളം കേട്ട് വന്നുകൂടി അടിയിടാ കൊല്ലാന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്നു, അതിനൊക്കെ തയ്യാറാണ്, റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ എന്താണ് ഈ സംഭവം എന്ന് അവർ അറിയുന്നില്ല. അപ്പോൾ അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിവാദിപ്പാൻ ഭാവിച്ചു. എന്നാൽ അവൻ യഹൂദൻ എന്നറിഞ്ഞപ്പോൾ എഫെസർ അർത്തമീസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി 2 മണിക്കൂർ ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ, ടൗൺ ക്ലർക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫെസി പുരുഷന്മാരെ, എഫസോസ് പട്ടണം അർത്തമീസ് ദേവിക്കും ആകാശത്ത് നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്നറിയാത്തൊരു മനുഷ്യൻ ഇല്ല. ലോകത്തെല്ലാവർക്കും അതറിയാം. ഇത് എതിരില്ലാത്തൊരു മൊഴിയാണ്. അതുകൊണ്ട് നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യരുത്, നിങ്ങൾ അടങ്ങിപ്പാർക്കണം. കാരണം ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നുവല്ലോ. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവൻ്റെ നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്, ദേശാധിപതികളുമുണ്ട്. അവർ വ്യവഹരിക്കട്ടെ, അവരുടെ കുറ്റം തെളിയട്ടെ, അവർക്ക് അപ്പോൾ നമുക്ക് ശിക്ഷ കൊടുക്കാം. വേറെ കാര്യം എന്തെങ്കിലും ചൊല്ലിയാണെങ്കിൽ വാദം ധർമ്മസമയത്ത് തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായകയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തപ്പെടുവാൻ ഇടയുണ്ട് സ്പഷ്ടം. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു പോകണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു. അപ്പം ഇവിടെ വലിയൊരു ഇടപെടൽ, ദൈവത്തിൻ്റെ ഇടപെടൽ ആ മനുഷ്യനിലൂടെ അവിടെ ഉണ്ടായെന്ന് തന്നെ വേണം കാണാൻ. അല്ലെങ്കിൽ കൂട്ടം കൂടി യേശുക്രിസ്തുവിനോട് പറയുന്ന പോലെ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നല്ലോ, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ജനത്തെപ്പോലെ ഒരു ജനക്കൂട്ടം ഇവിടെ പൗലോസിനും ഇവർക്കും എതിരെ കൂടി നിൽക്കുകയാണ്. കൈ കിട്ടിയാൽ കൊല്ലും, ആ തരത്തിൽ. കാരണം അർത്തമീസ് ദേവി, ശബരിമലയുടെ വിഷയമൊക്കെ വന്നപ്പോൾ ഇവിടെ ആൾക്കാരെങ്ങനെയാണ് പ്രതികരിച്ചെന്ന് കണ്ടല്ലോ. പ്രതികരിച്ച് ഇളക്കി വിടാനൊക്കെ ആളുകളുണ്ട്. അതുപോലെ അവിടെ ഇളക്കി വിടാൻ ആളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് അവരുടെ ഇടയിലോട്ട് ചെന്നാൽ കൊല്ലും. അതാണ് അർത്തമീസ് ദേവി അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക്, അവർ തലമുറയായി അവർ വിശ്വസിച്ച് വരുന്നൊരു വിശ്വാസമാണ്. അർത്തമീസ് ദേവിയുടെക്ക് എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ അവർ എന്തും ചെയ്യാൻ മടിക്കില്ല. അപ്പോൾ ആ അവസ്ഥയിൽ അവരെ ശമിപ്പിക്കാൻ ശമിക്കുന്നൊരു കൂട്ടവുമല്ല. എന്നാൽ അവരെ ശമിപ്പിച്ചു, അവരെ ആശ്വസിപ്പിച്ചു, അവരോട് സമാധാന വാക്കുകൾ പറഞ്ഞു. അങ്ങനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. 3 ഭാഗങ്ങൾ ഇവിടെ അവസാനിച്ചു. 2 അധ്യായങ്ങളും ഒരുപാട് വാക്യങ്ങളും ഒരുപാട് സംഭവ പരമ്പരകളും ഉള്ള അധ്യായങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ. സമയം ഒരുപാട് എടുക്കുന്നുണ്ട്, എനിക്കറിയാം, ക്ഷമിക്കണം. എല്ലാം നമ്മുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയാണെന്ന് കരുതി കൂടുതൽ സമയം ദൈവസന്നിധി ഇരിക്കാൻ നമുക്ക് കിട്ടുന്നൊരവസരത്തെ നന്നായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ സമയം പറയാനുള്ളത്. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൽപ്പന അനുസരിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമാണ്. ദൈവകൽപ്പന കേൾക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തെ അന്വേഷിക്കുന്നത്, സത്യമാണോ എന്ന് പരിശോധിക്കുന്നത് ഒക്കെയും ദൈവത്തിന് പ്രസാദകരമായത്. സത്യത്തിൻ്റെ പക്ഷം നിൽക്കുക.
ദൈവത്തിൻ്റെ റിയൽ അനുഗ്രഹം, അത് ബൈബിളിൽ പറയുന്ന അനുഗ്രഹം പ്രാപിപ്പാൻ എനിക്കും താങ്കൾക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.